നമ്മുടെ ഭരണഘടനാപരമായി ഇന്ത്യ നിങ്ങൾക്കറിയാമല്ലോ ഒരു ഫെഡറൽ സംവിധാനമാണ്. ആ ഫെഡറൽ സംവിധാനത്തിൻ്റെ അടിസ്ഥാന യുക്തി മുഴുവൻ തകർക്കപ്പെട്ടു. ഫെഡറലിസം എന്ന് പറയുന്നത് ഏതാണ്ട് നോക്കുകുത്തിയായി തീർന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യത്തെ ആർട്ടിക്കിൾ നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാവും. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഇതൊരു ലീഗൽ പ്രമാണമല്ല, ഒരു നിയമപരമായ സംഹിത മാത്രമല്ല, ഇന്ത്യ എന്താണ് എന്നതിൻ്റെ അടിസ്ഥാന നിർവചനം കൂടിയാണ്. ഇന്ത്യ സംസ്ഥാനങ്ങളുടെ യൂണിയനാണ് എന്ന നിരീക്ഷണം. കാരണം ഇന്ത്യ എന്നത് ഒരു ബഹുസ്വര സമൂഹമാണ്, വ്യത്യസ്ത ഭാഷകളാണ്, വ്യത്യസ്ത മതങ്ങളാണ്, വ്യത്യസ്ത സംസ്കാരങ്ങളാണ്, വ്യത്യസ്ത ജീവിത രീതികളാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് ആ വ്യത്യസ്തതകളുടെ ഏകോപിതമായ ഒരു നിലനിൽപ്പാണ് ഇന്ത്യ എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. 49 നവംബർ 26 നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന് 3 ദിവസത്തിനകം ഓർഗനൈസർ അതിനെതിരെ മുഖപ്രസംഗം എഴുതി. ഓർഗനൈസർ എന്ന് പറഞ്ഞാൽ RSSന്റെ മുഖപത്രം. ആ മുഖപ്രസംഗത്തിലും പിന്നീട് ഗോൾവൽക്കറുടെ അതേ സംബന്ധിച്ച വിശദീകരണത്തിലുമൊക്കെ ആവർത്തിക്കപ്പെട്ട ഒരു കാര്യം ഭരണഘടനയുടെ ഒന്നാമത്തെ ആർട്ടിക്കിൾ വിഭജനത്തിന്റെ വിത്താണ് എന്നാണ്. ഒരു യൂണിറ്ററി സ്റ്റേറ്റ്, ഒരു ഏകാത്മക രാഷ്ട്രം, ഏകരാഷ്ട്രം ആയി ഇന്ത്യയെ മാറാൻ അനുവദിക്കാത്ത, വിഭജനത്തിന്റെ യുക്തിയെ അകമേ ഒളിപ്പിച്ചു വയ്ക്കുന്ന ഒന്നാണ് ഭരണഘടനയുടെ ഒന്നാമത്തെ ആർട്ടിക്കിൾ എന്നാണ് ഗോൾവൽക്കർ അന്ന് പറഞ്ഞത്. അത് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പൊ നടക്കുന്നത്. ഒരുപക്ഷെ ഈ പാർലമെന്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന 2 ബില്ലുകൾ നമ്മുടെ ഈ ഭരണഘടനയുടെ അടിസ്ഥാനപരമായ ബഹുസ്വരത്തെ തകർക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. പലതും വന്നു. കർഷക ബില്ല് അതായിരുന്നു, നമ്മുടെ GST പോലുള്ള സംവിധാനം അതായിരുന്നു, ധാരാളം കേന്ദ്രീകരണ യുക്തികൾ വന്നു. ഇപ്പൊ 2 ബില്ല് വരുന്നുണ്ട്. അതിലൊന്ന് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടാണ്. വിജ്ഞാൻ ഭാരതി അധിഷ്ഠാൻ, ശിക്ഷാ അധിഷ്ഠാൻ എന്ന പേരിൽ VBSA എന്ന പേരിലുള്ള ഒരു പുതിയ സംവിധാനം വരുന്നു. UGCക്ക് പകരം വരുന്ന എല്ലാ ഉന്നത വിദ്യാഭ്യാസ സംവിധാനങ്ങളെയും കൂട്ടിയിണക്കുന്ന കോളേജുകൾ, സർവകലാശാലകൾ, സാങ്കേതിക പരിശീലനം, അധ്യാപക പരിശീലനം, ഇങ്ങനെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ എല്ലാ സംവിധാനങ്ങളെയും കൂട്ടിയിണക്കുന്ന ഒരു പൊതു സംവിധാനമായിട്ടാണ് ഈ VBSA എന്ന് പറയുന്ന സംവിധാനം ആലോചിക്കപ്പെടുന്നത്. അതിൻ്റെ തത്വങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അടിസ്ഥാനപരമായി സംസ്ഥാന സർവകലാശാലകൾ എന്ന് പറയുന്നത് ഇല്ലാതാവുകയും സർവകലാശാലകളിലെ കോഴ്സ് ഡിസൈനിങ് മുതൽ അധ്യാപക നിയമനം മുതൽ അതിൻ്റെ ഗവേഷണ വിഷയ രൂപീകരണം വരെയുള്ള കാര്യങ്ങൾ കേന്ദ്രാധികാരത്തിന് കീഴ്പ്പെടുന്ന സ്ഥിതിയിലേക്ക് മാറുകയും ചെയ്യുന്നു എന്നതാണ് ആ ബില്ലിൻ്റെ അടിസ്ഥാന താല്പര്യം. ഇത് പെട്ടെന്ന് വന്നതല്ല. NEP എന്ന പേരിൽ 2020 നടപ്പാക്കാൻ നിർദ്ദേശിച്ച, മുമ്പോട്ട് വെച്ച ആ ബില്ലിൻ്റെ അടിസ്ഥാന യുക്തി ഇതാണ്. പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ മുതൽ PhD തലത്തിലുള്ള ഗവേഷണം വരെ കേന്ദ്രീകൃതമായ നിലയിൽ നിർവഹിക്കപ്പെടുന്ന ഒന്നാക്കാനാണ് NEP ശുപാർശ ചെയ്തത്. ആ ശുപാർശയുടെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ തലത്തിലെ നിർവഹണമാണ് ഇപ്പോൾ ഈ ബില്ലിലൂടെ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. അത് മിക്കവാറും ഈ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ടേക്കാം. നമ്മുടെ ഈ സമരത്തിന്റെ ഇടയിൽ നമ്മൾ വേണ്ട അങ്ങനെ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യം, പല കക്ഷികളെ പിളർത്തി ആളെ കൂട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. നമ്മുടെ ഈ പറയുന്ന തൃണമൂലും അതുപോലെ തന്നെ ആം ആദ്മിയും അതുപോലെ ശിവസേനയും ഒക്കെ പൊളിച്ച് ആളെ കൂട്ടി നേരത്തെ ഒന്നൊന്നായിട്ട് വാങ്ങലാണ്, ഇപ്പൊ മൊത്തത്തിൽ വാങ്ങലായി എന്നതാണ് ഇവരുടെ ഒരു സവിശേഷത. 22 24 MP തൃണമൂലിനുണ്ടായിരുന്നു. ഒരു ദിവസം കാലത്ത് നോക്കുമ്പോൾ 18 പേരും വേറൊരു പാർട്ടി ആയിരിക്കുന്നു. ആ പാർട്ടി ആദ്യമായിട്ടാണ് മനുഷ്യർ അറിയുന്നത് തന്നെ. അങ്ങനെ ഒരു പാർട്ടി ഉണ്ടെന്ന് ആ പാർട്ടിയുടെ പ്രസിഡന്റിന് തന്നെ അറിയണ്ടായിരുന്നില്ല. ആ പാർട്ടിയുടെ പ്രസിഡന്റ് പറഞ്ഞ കാര്യം, ഇങ്ങനെ ആളുകൾ വന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്നാണ്. അദ്ദേഹം വേറെ സംസ്ഥാനത്താണ്. ഋതബ്രത ബാനർജി എന്ന് പറയുന്ന ഒരാളാണ് ഈ പിളർപ്പ് ആസൂത്രണം ചെയ്ത ആള്. മൂപ്പര് നമ്മുടെ പഴയൊരു ആളാണ് കേട്ടോ. ഋതബ്രത ബാനർജി നിങ്ങൾ ഓർക്കണ്ടെന്ന് അറിഞ്ഞൂടാ. പഴയ മറ്റേ സ്വർണ്ണവാച്ചുമൊക്കെ ആയിട്ട് വന്നൊരു വിദ്വാനായിരുന്നു അദ്ദേഹം. അതിൻ്റെ കഥ ഞാനിപ്പോൾ പറയുന്നില്ല. അങ്ങനെയാ പൊളിച്ചത്. അങ്ങനെ പൊളിച്ച ആളുകളെയൊക്കെ ചേർത്ത് പാർലമെന്റിന്റെ സ്വഭാവത്തിൽ ഇപ്പൊ വന്നിട്ടുള്ള മാറ്റം ഭരണകക്ഷിക്ക് ഏതാണ്ട് 360 സീറ്റിനടുത്തോ മറ്റോ ആയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണഘടനാ ഭേദഗതി എന്നത് സാധ്യമാകുന്ന നിലയിലേക്ക് വന്നു. എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത്?
ലക്ഷ്യം വെക്കുന്ന മറ്റൊരു ബില്ല്, 360 ഇതിനെ കൂട്ടിക്കൊണ്ടുവന്നതിൻ്റെ പിന്നിലെ ഒരു താല്പര്യം, അത് ഈ 540 സീറ്റ് എന്നതിനെ 800 സീറ്റിലേക്ക് ആക്കാനും അതിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ പാർലമെന്റിന്റെ ഘടനയാകെ മാറ്റാനും, ഉത്തരേന്ത്യയിൽ തങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടുമെന്ന് ഉറപ്പുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെ കേവല ഭൂരിപക്ഷം എല്ലാ കാലത്തും ഉറപ്പാക്കാൻ പാകത്തിന് ഇന്ത്യൻ പാർലമെന്റിൽ അംഗസംഖ്യയെ പൊളിച്ചു പണിയാനാണ് ഈ ഡീലിമിറ്റേഷൻ. അല്ലാതെ ജനസംഖ്യയിൽ വന്ന മാറ്റത്തിന്റെ പ്രശ്നമല്ല, സ്ത്രീകളുടെ സംവരണവുമല്ല. ഫലത്തിൽ ജനാധിപത്യത്തിന്റെ മറയിലൂടെ ശാശ്വതമായ ഹിന്ദുത്വത്തിന്റെ രാഷ്ട്രീയാധിപത്യം ഉറപ്പാക്കുക എന്ന യുക്തിയാണ് ഈ തെരഞ്ഞെടുപ്പിന് ഡീലിമിറ്റേഷന്റെ പിന്നിലെ അടിസ്ഥാന കാര്യം. അല്ലാതെ അവർ പുറമേക്ക് പറയുന്ന സ്ത്രീ സംവരണവുമല്ല, അവർ പുറമേക്ക് പറയുന്ന ജനസംഖ്യാനുപാതികമായി ഇതിനെ പുനഃക്രമീകരിക്കുക എന്ന് പറയുന്ന കാര്യവുമല്ല. അടിസ്ഥാനപരമായി ജനാധിപത്യത്തെ അട്ടിമറിക്കലാണ്. ഇപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, നമ്മുടെ ഭരണഘടന തുടങ്ങുന്ന സമയത്ത് വിദ്യാഭ്യാസം എന്നത് ഒരു സംസ്ഥാന വിഷയമാണ്. 1960കളിൽ കൊത്താരി കമ്മീഷൻ വരികയും ഇന്ത്യയിലെ ഗ്രാമീണ വിദ്യാഭ്യാസം അടക്കം പുനഃസംഘടിപ്പിക്കണമെന്ന വലിയ നിർദ്ദേശങ്ങൾ മുമ്പോട്ട് വയ്ക്കുകയും ചെയ്തപ്പോൾ അത്തരം കാര്യങ്ങൾ ഏറ്റെടുത്ത് നടക്കാൻ കേന്ദ്രത്തിനും വിദ്യാഭ്യാസത്തിൽ ഒരിടം വേണം എന്ന ന്യായം പറഞ്ഞാണ് സംസ്ഥാന വിഷയമായിരുന്ന വിദ്യാഭ്യാസം കേന്ദ്ര വിഷയം കൂടിയാക്കിയത്. അങ്ങനെയാണ് ഇത് 70കളുടെ തുടക്കത്തിൽ കൺകറന്റ് ലിസ്റ്റിൽ വരുന്നത്. ഈ കൺകറന്റ് ലിസ്റ്റിൽ നിന്ന് പോയി 2020 NEP കൂടി വരുമ്പോൾ നമ്മൾ കാണുന്നത് നഴ്സറി വിദ്യാഭ്യാസം മുതൽ സർവകലാശാല ഗവേഷണം വരെ സമ്പൂർണമായും കേന്ദ്രീകൃത ആസൂത്രണത്തിന് കീഴിലാവുകയും നിങ്ങൾ എന്ത് ഗവേഷണം ചെയ്യണം എന്നതിൻ്റെ വിപുലമായൊരു ചട്ടക്കൂട്, ഫ്രെയിംവർക്ക് ഈ പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ആസൂത്രണം ചെയ്യുമെന്ന നിലയിലേക്ക് വിദ്യാഭ്യാസത്തെ ഏതാണ്ട് സമ്പൂർണമായി ഒരു കേന്ദ്ര വിഷയമാക്കി. ടാക്സേഷൻ സംസ്ഥാന അധികാരമായിരുന്നു. GST വന്ന് ടാക്സേഷൻ മുഴുവൻ കേന്ദ്രത്തിലേക്ക് പോവുകയും ഇവിടെ നിന്ന് പിരിക്കുന്ന പണം ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ട് കേന്ദ്രത്തോട് കെഞ്ചുകയും കേഴുകയും സമരം ചെയ്യുകയും ചെയ്യേണ്ട സ്ഥിതി ഉണ്ടായി. കൃഷി എന്നത് സംസ്ഥാന വിഷയമായിരുന്നു. അതിൻ്റെ മുകളിലൂടെ അഖിലേന്ത്യാ വ്യാപകമായ ഒരു കാർഷിക നയം, കമ്പോള നയം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയുണ്ടായി. അങ്ങനെ ഇന്ത്യയുടെ ബഹുത്വത്തെ ആധാരപരമായി ഇല്ലാതാക്കുന്ന ഒരു ഫാഷിസ്റ്റ് നിയമനിർമ്മാണത്തിൻ്റെ നിരന്തരമായ ഒരു പ്രവർത്തനമാണ് വാസ്തവത്തിൽ കഴിഞ്ഞ 12 വർഷം നടന്നത്. ഇതിനെതിരെ ധാരാളം ചെറുത്തുനിൽപ്പുകൾ ഉണ്ടായി. കർഷക സമരം മാത്രമാണ് അതിൽ വിജയം കണ്ടത്. ബാക്കി എല്ലാ സമരങ്ങളിലും ഏറിയും കുറഞ്ഞും വലിയ ക്ഷോഭങ്ങൾ ഉണ്ടായെങ്കിലും പ്രകടമായ ഫലം ഉണ്ടായില്ല. പ്രകടം എന്നേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ, അല്ലാതെ അതൊന്നും ഫലിച്ചില്ല എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. ഈ ഒരു കേന്ദ്രീകരണ പ്രക്രിയയുടെ തുടർച്ചയിൽ വന്നതാണ് ഈ പറയുന്ന നീറ്റ് പരീക്ഷ. നിങ്ങൾ അതിൻ്റെ വിശദാംശങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന പേരിൽ ഒരു സംവിധാനം 2017ഓടെയാണ് നിലവിൽ വരുന്നത്. അതുവരെ ഓരോ പരീക്ഷയും അതുമായി ബന്ധപ്പെട്ട ആളുകൾ നടത്തുന്നു. നമ്മളിവിടെ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതുന്ന SSLC എത്രയോ ഫലപ്രദമായി നടത്തിയിരിക്കുന്നു, നടത്തിപ്പോകുന്നു. ഹയർ സെക്കൻഡറി പരീക്ഷ നടത്തുന്നു. നമ്മുടെ ഇവിടെ എൻട്രൻസ് പരീക്ഷ വളരെ ഫലപ്രദമായി നടന്നിരുന്നു. ഇതിനെല്ലാം മാറ്റിക്കൊണ്ട് ഏതാണ്ട് 20ലധികം പരീക്ഷകൾ ഒരുമിച്ച് നടത്തുന്ന ഒരു കേന്ദ്ര സംവിധാനമായിട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്ന ഒരു സംവിധാനം 2017ലാണ് നിലവിൽ വരുന്നത്. അങ്ങനെ നിലവിൽ വന്ന ഏജൻസി ഇന്ത്യയിലെ എല്ലാ പരീക്ഷകളും ഏറ്റെടുത്ത് ഒറ്റയ്ക്ക് നടത്തുന്നു. മുഴുവൻ കേന്ദ്രീകൃതമായി തീരുന്നു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്ന ഒന്ന്. ഇപ്പൊ കഴിഞ്ഞ കൊല്ലത്തെ കണക്കെടുത്താൽ നീറ്റ് പരീക്ഷ എഴുതിയത് 23 ലക്ഷം കുട്ടികളാണ്. അതാണ് റദ്ദാക്കിയത്. പിന്നെ രണ്ടാമത് എഴുതിയത് 19 ലക്ഷം പേരാണ്. JEE എഴുതുന്നത് 15 ലക്ഷം പേരാണ്. നമ്മുടെ CUT എന്ന് പറയുന്ന കേന്ദ്ര സർവകലാശാലകളിലെ പ്രവേശനത്തിന് വേണ്ടി എഴുതുന്നത് 10 ലക്ഷം പേരാണ്. അങ്ങനെ അതുമാത്രം എടുത്താൽ ഏതാണ്ട് 50 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ ആ മേഖലയിൽ പരീക്ഷ എഴുതുന്നു. NTA തന്നെ വേറെ 20ഓളം പരീക്ഷകൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. എല്ലാം കൂടി ചേർത്താൽ ഇവ 1 കോടിയിലധികം വിദ്യാർത്ഥികൾ ഒരു വർഷം പരീക്ഷ എഴുതുന്ന ഒരു സംവിധാനമാണ് ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അതിൻ്റെ ഒരു കൗതുകം കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളുമായി വിശദീകരിക്കുകയുണ്ടായി. ഈ NTA-യിൽ ഒരു സ്ഥിരം ജീവനക്കാരൻ പോലും ഇല്ല. NTA-യുടെ കണക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. കഴിഞ്ഞ 6 കൊല്ലത്തെ അതിൻ്റെ വരവ് ചെലവ് കണക്ക് കഴിഞ്ഞ ദിവസം ഒരു ഡോക്യുമെന്റിൽ കാണുകയുണ്ടായി. കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ NTA നടത്തുന്നത് സർക്കാരിൻ്റെ 5 പൈസ ചെലവിലല്ല. ഓരോ പരീക്ഷയ്ക്കും കുട്ടികളിൽ നിന്ന് 1500-2000 രൂപ വെച്ച് ഫീസ് വാങ്ങുന്നുണ്ട്.
കഴിഞ്ഞ 6 വർഷത്തെ NTA-യുടെ വരുമാനം ഏതാണ്ട് 3600 കോടി രൂപയ്ക്കടുത്താണ്. പരീക്ഷാ നടത്തിപ്പിന്റെ ചെലവ് ഏതാണ്ട് 3000-നടുത്ത് കോടി രൂപയാണ്. ഈ 6 കൊല്ലം കൊണ്ട് പരീക്ഷാ ഫീസായി പിരിച്ചതിലെ ലാഭം 500 കോടിക്ക് മുകളിൽ വരും. ലാഭം 500 കോടിക്ക് വരും. ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു, പരീക്ഷ രണ്ടാമത് നടത്തുന്നു. CBSE പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ CBSE പരീക്ഷയുടെ ആൻസർ ഷീറ്റ് കുഞ്ഞുങ്ങൾ ആവശ്യപ്പെട്ട് കുഞ്ഞുങ്ങൾക്ക് ആൻസർ ഷീറ്റ് കിട്ടിയപ്പോൾ എഴുതിയവന്റെ പേപ്പറല്ല തിരിച്ചു വരുന്നത്. ആരോ എഴുതുന്നു, വേറെ ഏതോ പേപ്പർ വരുന്നു. അത് പുനഃപരിശോധനയ്ക്ക് വേണ്ടി ആവശ്യപ്പെടുന്ന സമയത്ത് 2000 രൂപ വെച്ച് നിങ്ങൾ ഫീസ് കൊടുക്കണം. 11 ലക്ഷം കുട്ടികളാണ് പുനഃപരീക്ഷ ആവശ്യപ്പെട്ടത്. എമ്മാതിരി കൊള്ളയാണ് നടക്കുന്നത്. NTA എങ്ങനെയാ പ്രവർത്തിക്കുന്നതെന്നറിയോ? ഞാൻ പറഞ്ഞല്ലോ, 38 കരാർ ജീവനക്കാര്, 138 ഇതര സ്ഥാപനങ്ങളിൽ നിന്ന് മാറി വന്ന ആളുകൾ, 23 ഡെപ്യൂട്ടേഷൻകാര്, സ്ഥിരം ജീവനക്കാരില്ല, ഉത്തരവാദിത്വമില്ല, ആരോടും ആൻസറബിൾ അല്ല. ഏത് കാര്യമാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പരീക്ഷ. ഇപ്പൊ നീറ്റ് എന്ന് പറയുന്ന പ്രവേശന സംവിധാനം തന്നെ നമ്മൾ വാസ്തവത്തിൽ പരിശോധിക്കേണ്ടതാണ്. പണ്ട് കേരളത്തില് ഈ എൻട്രൻസ് നടപ്പായതിനു ശേഷം ഒരു 10 പതിറ്റാണ്ട് കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ഒരു പഠന റിപ്പോർട്ട് വന്നിരുന്നു. കാരണം എൻട്രൻസ് വന്നപ്പോൾ സംഭവിച്ച അതിൻ്റെ പല മടങ്ങ് വലിപ്പത്തിൽ ഇപ്പം ഇത് സംഭവിക്കുന്നുണ്ട്. ഇപ്പം നീറ്റിൽ നിങ്ങൾ ഒരുങ്ങണമെങ്കിൽ ഇപ്പം പല കുട്ടികളും 8ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ താമസം മാറും. കാരണം കോച്ചിങ് സെൻറ്റർ എവിടെയാണോ അവിടെയാണ് ജീവിതം. 8ാം ക്ലാസ്സിൽ തുടങ്ങും ഡോക്ടറാവാനുള്ള പരിശീലനം. 5 കൊല്ലക്കാലം നീളുന്ന നിരന്തര പരിശീലനം. +1 +2 എന്ന് പറയുന്നത് +1 +2 പഠിക്കാനല്ല, കളിക്കാനല്ല, മറ്റൊന്നിനുമല്ല, ഈ പരീക്ഷയ്ക്ക് ഒരുങ്ങുകയാണ്. അങ്ങനെ ലക്ഷക്കണക്കിന് റുപ്യ ഫീസ് കൊടുത്ത് കോട്ട പോലെയും ചണ്ഡീഗഡ് പോലെയും പാല പോലെയും ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ തമ്പടിച്ച് 4-5 വർഷക്കാലം കഠിനമായി പരിശ്രമിച്ചിട്ടാണ് ഈ കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതുന്നത്. ഇത് ചോരുന്നതൊന്നുമല്ല കേട്ടോ, ചോർത്തി കൊടുക്കുന്നത്. കാരണം ഈ പരീക്ഷ നടത്തിപ്പ് NTA നേരിട്ടല്ല, NTA ഒരു കേന്ദ്ര സംവിധാനമാണെന്ന് പറയുമെങ്കിലും ഓരോ സ്ഥലത്തും പ്രാദേശികമായ സബ് ഏജൻസികൾക്ക് പരീക്ഷാ നടത്തിപ്പ് കൈമാറുകയാണ് ചെയ്യുന്നത് പണം കൊടുത്തിട്ട്. ഇങ്ങനെ കൈമാറിയ സബ് ഏജൻസികളാകട്ടെ മിക്കവാറും കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ പിണിയാളുകളാണ്. അവരാകട്ടെ ഈ ഏജൻസികളുണ്ടല്ലോ, ഈ പരീക്ഷാ നടത്തിപ്പിന് വേണ്ടി കുട്ടികളെ സഹായിക്കുന്ന പരിശീലന കേന്ദ്രങ്ങൾ, അവരിൽ നിന്ന് ഭീമാകാരമായി കോടിക്കണക്കിന് റുപ്യ കൈക്കൂലി വാങ്ങി പരീക്ഷാ പേപ്പർ ചോർത്തി കൊടുക്കുന്നു. ഇങ്ങനെയാണ് ഈ പേപ്പർ ചോരുന്നത്. അല്ലാതെ സാന്ദർഭികമായി സാങ്കേതിക പിഴവ് കൊണ്ട് ചോർന്നു പോകുന്നതല്ല, ആസൂത്രിതമായി ചോരുന്നതാണ്. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ചോരുന്നു. കഴിഞ്ഞ NTA വന്നതിന് ശേഷമുള്ള 9 കൊല്ലത്തിനിടയിൽ ചോർന്ന പരീക്ഷാ പേപ്പറുകളുടെ എണ്ണം 152ആണ്. 152 പരീക്ഷയുടെ പേപ്പർ ചോർന്നു. നിങ്ങൾ ടെക്നിക്കൽ എറർ കൊണ്ട് 2 ചോദ്യം ചോരുന്നതോ 2-3 തവണ ചോരുന്നതോ നിങ്ങൾക്ക് കാണാം. 200 പരീക്ഷ നടത്തി 152 എണ്ണം ചോർന്നു. ഇപ്പോഴും ചോരുന്നു. ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. NTA-യിലെ ഒരു ജീവനക്കാരനെതിരെ പോലും കഴിഞ്ഞ 9 കൊല്ലത്തിനിടയിൽ നടപടി ഉണ്ടായിട്ടില്ല. 152 പരീക്ഷാ പേപ്പർ ചോർന്നു. 87 പരീക്ഷകൾ ക്യാൻസൽ ചെയ്തു. ക്യാൻസൽ ചെയ്ത പരീക്ഷകളിൽ ആകെ എഴുതിയ കുട്ടികളുടെ എണ്ണം 9 കോടിയോളം വരും. ഈ രാജ്യത്തോട് ഈ ഭരണകൂടം ചെയ്ത കൊള്ളരുതായ്മയുടെ വ്യാപ്തിയാണ് ഞാൻ ഈ പറയുന്നത്. 9 കോടി കുട്ടികളുടെ പരീക്ഷയാണ് പാഴായിപ്പോയത്. അതിൽ 23 പേരാണ് ഏറ്റവും ഒടുവിൽ ആത്മഹത്യ ചെയ്തത്. മുമ്പ് ആത്മഹത്യ ചെയ്ത് എത്രയോ പേരുണ്ടെന്നറിയോ? നമ്മൾ ഓർത്തിട്ടില്ല, നമ്മൾ അറിഞ്ഞിട്ടേ ഇല്ല. ആത്മഹത്യ ഇപ്പൊ കഴിഞ്ഞ മാസം മാത്രമൊന്നുമല്ല, ഈ കഴിഞ്ഞ 9 വർഷത്തിനിടയിലും കുട്ടികൾ ആത്മഹത്യ ചെയ്തു. ഇപ്പൊ 23 ലക്ഷത്തിൽ നിന്ന് പരീക്ഷ എഴുതിയവരുടെ എണ്ണം 19 ലക്ഷമായി ചുരുങ്ങി. ഇതിന്റെ സമ്മർദ്ദം താങ്ങാൻ വയ്യ. വാസ്തവത്തിൽ നീറ്റ് എന്ന് പറയുന്ന സംവിധാനത്തെക്കുറിച്ച് നേരത്തെ തന്നെ തമിഴ്നാട്ടിലെ സ്റ്റാലിനും നമ്മുടെ പാർട്ടിയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത് വാസ്തവത്തിൽ ഞാൻ നേരത്തെ പാർലമെന്റിനെ കുറിച്ച് പറഞ്ഞതുപോലെ യോഗ്യരായവരെ തെരഞ്ഞെടുക്കുന്നതിന് പകരം ഒരു വിഭാഗത്തെ തെരഞ്ഞു പിടിച്ച് ഒഴിവാക്കുകയാണ്. 4-5 ലക്ഷം റുപ്യ ഇതിനു വേണ്ടി ചെലവാക്കാൻ വയ്യാത്ത ഒരാൾക്കും നീറ്റ് പരീക്ഷയിൽ കയറാൻ പറ്റില്ല പരിശീലനത്തിന്. ഇനി അങ്ങനെ കയറിയാൽ തന്നെ നഗരകേന്ദ്രിതമായി ജീവിക്കുന്ന, താരതമ്യേന മെച്ചപ്പെട്ട സാമ്പത്തികാവസ്ഥയുള്ള, ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ സൗകര്യങ്ങൾ മുൻതലമുറയ്ക്ക് തന്നെ കിട്ടിയ വിഭാഗങ്ങളിൽ നിന്നാണ് നീറ്റ് പരീക്ഷയിലൂടെ ആളുകൾ മുകൾത്തട്ടിലേക്ക് പോകുന്നത്. ലളിതമായി പറഞ്ഞാൽ ഇന്ത്യയിലെ ദരിദ്രരായ മനുഷ്യരെ, ഗ്രാമീണരായ മനുഷ്യരെ, കീഴ്ത്തട്ടുകാരെ ഉന്നത വിദ്യാഭ്യാസത്തിൽ നിന്ന് തെരഞ്ഞു പിടിച്ചൊഴിവാക്കുന്ന എക്സ്ക്ലൂഷന്റെ ഒരു സ്ട്രാറ്റജി ആയിട്ട് നീറ്റ് മാറിയിരിക്കുന്നു എന്നതാണ്.
എല്ലാവർക്കും തുല്യാവകാശം എന്ന് പറയും. പക്ഷെ 5 ലക്ഷം റുപ്യ കൊടുത്ത് ഫീസ് ഉണ്ടെങ്കിലാണ് ഫീസ് കൊടുത്ത് പഠിക്കാൻ പറ്റുമെങ്കിലാണ് പരീക്ഷ എഴുതിയിട്ട് കാര്യമുള്ളൂ. ആ നിലയിൽ ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസത്തെ ആകമാനം അട്ടിമറിക്കുന്ന നിലയിലാണ് ഇന്ന് ഈ സംവിധാനം നിലനിൽക്കുന്നത്. എന്തിനായിരുന്നു ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി? ഇക്കാലം വരെ പ്രാദേശികമായി ഓരോ സംസ്ഥാനങ്ങളും ഓരോ സർവകലാശാലകളും അവരവരുടേതായ നിലകളിൽ പ്രവേശന പരീക്ഷ നടത്തി ആളുകളെ പ്രവേശിപ്പിച്ചിരുന്നല്ലോ. കേന്ദ്ര സർവകലാശാലയിൽ ആളുകൾ അഡ്മിഷൻ നേടാൻ തുടങ്ങിയത് ഇപ്പോഴല്ലല്ലോ. ഇപ്പം ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട പ്രവേശന രീതി ഉണ്ടായിരുന്ന ഒരു സർവകലാശാലയാണ് ജവഹർലാൽ നെഹ്റു സർവകലാശാല. അവർ വെറുതെ എൻട്രൻസ് നടത്തുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഓരോ വിഭാഗങ്ങളിൽപ്പെട്ടവരെയും പ്രത്യേകമായി പരിഗണിച്ച് ഇപ്പോൾ കിഴക്കൻ ഇന്ത്യയിൽ നിന്ന്, വടക്ക് കിഴക്കൻ, തെക്ക് കിഴക്കൻ ഇന്ത്യയിൽ നിന്ന് വരുന്ന ആളുകൾ, അല്ലെങ്കിൽ ഗ്രാമീണ മേഖലകളിൽ നിന്ന് വരുന്ന ആളുകൾ, പിന്നാക്ക ജീവിത സാഹചര്യങ്ങളുള്ള ആളുകൾ, ഇവർക്കൊക്കെ പ്രത്യേകമായി പോയിന്റ് നൽകി ജവഹർലാൽ നെഹ്റു സർവകലാശാല എന്ന് പറയുന്നതിൽ വരുന്ന ആളുകൾ ഇന്ത്യയുടെ ഒരു മുഴുവൻ പരിച്ഛേദമാകണം. സാമൂഹ്യമായ പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്നവർ, സാമ്പത്തിക പിന്നോക്കാവസ്ഥയുള്ളവർ, ജാതീയവും മതപരവുമായ പിന്നോക്കാവസ്ഥയുള്ളവർ, വിദൂരദേശങ്ങളിൽ, നോർത്ത് ഈസ്റ്റ് പോലെയുള്ള സ്ഥലങ്ങളിൽ, വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രത്യേകമായ പരിഗണന കൊടുത്ത് ഒരു പ്രവേശന സംവിധാനമാണ് അവിടെ ഉണ്ടായിരുന്നത്. BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് 3-ാം വർഷം അവർ ചെയ്തത് അതെടുത്തു മാറ്റി ഇപ്പോൾ കേന്ദ്ര സർവകലാശാലകളിലേക്ക് ആകമാനം നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ആണ് JNUയിലേക്ക് നടക്കുന്നത്. ഇങ്ങനെ ഇന്ത്യയിലെ മെച്ചപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളെയും തകർക്കുന്നു. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ ചാമ്പനകലിനെ പോലെ, പണ്ട് ഋത്തിക് ഘട്ടക്കിനെ പോലെയൊക്കെ ഉള്ള സമുന്നതരായ ചലച്ചിത്രകാരന്മാർ ഡയറക്ടർമാരായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ആരാണ്? മഹാഭാരതത്തിലെ ദുശാസന ഡയറക്ടർ. മൂപ്പർക്കാ പണി പറ്റും, ദുശാസനത്വമാണല്ലോ. ഞാൻ പറയുന്നത് ഒരു സ്ഥാപനത്തെ തങ്ങളുടെ ആളുകളെ കൊണ്ട് നിറയ്ക്കുന്നു എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾക്കൊരു നിലയിലും എൻഗേജ് ചെയ്യാൻ പറ്റാത്ത, അതിപ്പോൾ ഈ ചാനൽ ചിലക്കെ വന്നിരിക്കുന്ന ഈ സംഘപരിവാറിൻ്റെ ആളുകളെ നോക്കിയാൽ കാണാൻ പറ്റും. നമുക്കൊരു നിലയ്ക്ക് എൻഗേജ് ചെയ്യാൻ പറ്റും. ആ മാതിരി ഭാഷയാണ് പറയുക. ഇന്നലെ ഒരുത്തൻ്റെ പ്രസ്താവനയുണ്ടല്ലോ, വെടിവെച്ച് കൊല്ലണം, ബലാത്സംഗം ചെയ്യണം. നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ, അത് ഒരാളുടെ പ്രസ്താവനയൊന്നുമല്ല. അതിൻ്റെ തുടക്കം എവിടെയാണെന്നറിയോ? പിടികൂടിയ മുസ്ലിം സ്ത്രീകളെ വിട്ടയച്ച ശിവജിയുടെ നടപടി തെറ്റായിരുന്നുവെന്നും അവരെ ബലാത്സംഗം ചെയ്ത് കീഴടക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത് എന്നും എഴുതിയ ഒരാളുണ്ട്. മൂപ്പരുടെ പേരാണ് സവർക്കർ. അവിടെ നിന്ന് തുടങ്ങുന്നതാ ഈ ബലാത്സംഗവും ഈ കൊലയും. അതിൻ്റെ ദീർഘമായ ചരിത്രമുണ്ട്. ആ പാരമ്പര്യമാണ്. മൂപ്പരത് നേരിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ, പറയാത്തവരിനുള്ളിലും അതുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ നമ്മുടെ സംവിധാനത്തെ ആകമാനം ഫാസിസ്റ്റ് വൽക്കരിക്കുന്ന, ഭരണഘടനയുടെ അടിസ്ഥാന ജനാധിപത്യ യുക്തികളെ മുഴുവൻ തകർക്കുന്ന ഒന്നായിട്ടാണ് ഈ കേന്ദ്രീകരണം പ്രവർത്തിക്കുന്നത്. ആ കേന്ദ്രീകരണത്തിൻ്റെ ഒരു ആവിഷ്കാരമാണ് വാസ്തവത്തിൽ ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന പേരിൽ കഴിഞ്ഞ 9 കൊല്ലമായി നടപ്പിൽ വന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ സംവിധാനത്തെ ചലഞ്ച് ചെയ്യാൻ പറ്റി എന്നുള്ളത് വാസ്തവത്തിൽ ആ പരീക്ഷാ പ്രശ്നം മാത്രമല്ല, കഴിഞ്ഞ 12 കൊല്ലക്കാലം ഹിന്ദുത്വ ഭരണകൂടം ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് കേന്ദ്രീകരണത്തിനെതിരെ കൂടിയുള്ള വലിയൊരു സമരത്തിൻ്റെ ആവിഷ്കാരം കൂടിയാണ്. ഈ സമരം ചെയ്ത ആളുകൾ ഇത് മുഴുവൻ അറിഞ്ഞു എന്നൊന്നുമല്ല ഞാൻ പറയണത്. പക്ഷെ ഇന്ത്യയിൽ കീഴ്ത്തട്ടിൽ പടർന്ന വലിയ ഒരു എതിർപ്പിൻ്റെ, വലിയ ഒരു ചെറുത്തുനിൽപ്പിൻ്റെ ആന്തരികമായ ഒരു ഊർജം, അത് വിജയത്തിലെത്തി എന്നതാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഹിന്ദുത്വത്തിൻ്റെ ഈ ഒരുപക്ഷെ നമ്മുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം നോക്കിയാൽ, നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ 2 നിർണായകമായ ഘട്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. 19-ാം നൂറ്റാണ്ട് അവസാനം മുതൽ ഏതാണ്ട് 1920-കൾ വരെ ഇന്ത്യയിലെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഗതി നിർണയിച്ചിരുന്നത് മതപരമായ മൂല്യങ്ങളാണ്. മതം അതിൽ വളരെ പ്രധാനമായിരുന്നു. ഇപ്പോൾ നമ്മൾ ഓർക്കില്ല, ഗാന്ധിജിയെ കൊലപ്പെടുത്തിയ ഈ ഹിന്ദു മഹാസഭയുടെ ഗോഡ്സെയും നാരായണാപ്തെയും ഒക്കെ പോലുള്ള ആളുകളുണ്ടല്ലോ, അവരെല്ലാം ഉൾപ്പെട്ടു നിന്നിരുന്ന ഹിന്ദു മഹാസഭ, RSS ഉണ്ടാകുന്നതിന് ഒരു 10 കൊല്ലം മുമ്പ് നിലവിൽ വന്ന സംഘടനയാണ് ഹിന്ദു മഹാസഭ. ഈ ഹിന്ദു മഹാസഭയുടെ ആദ്യത്തെ 2 അധ്യക്ഷന്മാർ അവര് ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കളാണ്.
പണ്ഡിറ്റ് മദനമോഹന മാളവിയും ലാലാ ലജ്പത് റായ്. മൂന്നാമത്തെ അധ്യക്ഷന്റെ കാലമാകുമ്പോൾ, ഡോക്ടർ BS മൂഞ്ചെ എന്ന് പറയുന്ന മൂന്നാമത്തെ അധ്യക്ഷന്റെ കാലമാകുമ്പോഴാണ് ഹിന്ദു മഹാസഭ കോൺഗ്രസിൽ നിന്ന് തെറ്റുന്നത്. ആ തെറ്റുമാറലിൻ്റെ കേന്ദ്രം ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗാന്ധിയായിരുന്നു. 15 ഗാന്ധി ഇന്ത്യയിൽ തിരിച്ചു വന്നു. 920 ആയപ്പോഴേക്കും ഗാന്ധി ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലേക്ക് വന്നു. ഹിന്ദു മുസ്ലിം ഐക്യമെന്നത് ഗാന്ധിയുടെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാടായി മാറി. ദേശീയ പ്രസ്ഥാനത്തെ ഒരു ഹൈന്ദവ പ്രസ്ഥാനമാക്കി മാറ്റുക എന്ന അന്നത്തെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും ഹിന്ദു മഹാസഭയുടെയും ഒക്കെ യുക്തി അതിനുള്ളിൽ വച്ച് ചലഞ്ച് ചെയ്യപ്പെടുന്നു എന്നതാണ് ഗാന്ധിയുടെ വരവിൻ്റെ ഒരു ഫലം. പല ഫലങ്ങളുണ്ട്, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ചലഞ്ചിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് വാസ്തവത്തിൽ ഗാന്ധി അന്ന് ഖിലാഫത്തിനെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയും തുർക്കിയിലെ ഖലീഫയുടെ സ്ഥാനാരോഹണം എന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു പ്രശ്നമാണ് എന്ന നിലയിൽ ഖിലാഫത്തിനെ ദേശീയ പ്രസ്ഥാനമായിട്ട് കൂട്ടിയിണക്കുകയും ചെയ്തത്. അന്ന് കോൺഗ്രസിനകത്ത് വലിയ എതിർപ്പുണ്ട്. കൗതുകം തോന്നാവുന്ന ഒരു കാര്യം, ഗാന്ധിയുടെ ആ നിലപാടിനെ അന്ന് കോൺഗ്രസിൽ ഏറ്റവും അധികം എതിർത്ത ഒരാളുടെ പേര് മുഹമ്മദ് അലി ജിന്നാണ്. ജിന്ന അന്ന് കോൺഗ്രസിലുണ്ട്. ജിന്ന പറഞ്ഞു, ഈ ഖിലാഫത്ത് തുർക്കിയിലെ ഖലീഫയുടെ സ്ഥാനം പുനഃസ്ഥാപിക്കണം എന്നൊക്കെ പറയുന്നത് തീർത്തും മതപരമായ ഒരു കാര്യമാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് അതിലൊരു റോളും ഇല്ല, അത് നമ്മൾ ഏറ്റെടുക്കേണ്ടതില്ല എന്ന് ജിന്ന പറയുന്നുണ്ട്. ഗാന്ധി പക്ഷേ കരുതിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ദേശീയ പ്രസ്ഥാനത്തോടൊരു അവിശ്വാസമുണ്ട്. ദേശീയ പ്രസ്ഥാനം ഒരു ഹൈന്ദവ പ്രസ്ഥാനമാണെന്ന് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളും കരുതുന്നുണ്ട്. അത് പരിഹരിക്കാൻ, അതിനെ മറികടക്കാനുള്ള ഏറ്റവും നല്ലൊരു സന്ദർഭം ഈ ഖിലാഫത്ത് മൂവ്മെൻ്റ് ആണ് എന്ന് കരുതിയിട്ടാണ് അദ്ദേഹം ഈ ഖിലാഫത്തിനെ ഏറ്റെടുക്കുകയും അതിനെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ അലി സഹോദരന്മാരോടൊപ്പമൊക്കെ ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിനകത്തുണ്ടായിരുന്ന ഈ മതരാഷ്ട്ര യുക്തി ആദ്യമായി അതിനകത്ത് വലിയ തോതിൽ ചലഞ്ച് ചെയ്യപ്പെടുന്നത് ഗാന്ധിയുടെ വരവോടെയാണ്. കൗതുകമുള്ളൊരു കാര്യം കൂടി ഞാൻ പറയാം. ഗാന്ധി വരുന്നതിന് മുമ്പ് ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തിൽ വലിയ തോതിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സംഘടനയുണ്ട് ബംഗാളിൽ, അനുശീലൻ സമിതി. രാംപ്രസാദ് ബിസ്മിലിനെ പോലെയൊക്കെ രക്തസാക്ഷികളായി തീർന്ന വലിയ പോരാളികളൊക്കെ അതിനകത്തുണ്ട്. വലിയ സമരനായകന്മാരാണ്. ബ്രിട്ടീഷുകാർ ടെററിസ്റ്റുകൾ എന്നൊക്കെ മുദ്രകുത്തി പുറന്തള്ളിയവരാണ്. പക്ഷേ ബ്രിട്ടനെ വിറപ്പിച്ചൊരു സംഘടനയാണ് അനുശീലൻ സമിതി. പക്ഷെ അനുശീലൻ സമിതിയുടെ ഭരണഘടനാ തത്വങ്ങളിൽ ഒന്നെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുസ്ലിങ്ങൾക്ക് അംഗത്വം കൊടുക്കില്ല എന്നത്. മുസ്ലിങ്ങളെ അംഗങ്ങളാക്കില്ല. DYFയിൽ മുസ്ലിങ്ങളെ അംഗങ്ങളാക്കില്ല എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ എമ്മാതിരി ഉണ്ടാവും. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രസ്ഥാനമായിട്ടാണ് അനുശീലൻ സമിതി വരുന്നത്, പക്ഷെ മുസ്ലിങ്ങൾക്ക് അംഗത്വം ഇല്ല. ഞാൻ പറഞ്ഞു വന്നത്, എങ്ങനെയാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം അതിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ ഒരു ഹൈന്ദവ പ്രസ്ഥാനത്തിന്റെ സ്വഭാവം കൈവരിച്ചിരുന്നത്. ആ ഹൈന്ദവ പ്രസ്ഥാനത്തിന്റെ സ്വഭാവത്തിൽ ഇപ്പൊ തിലകനെ സംബന്ധിച്ച് ഒറ്റ സ്വാതന്ത്ര്യമേ ഉള്ളൂ. തിലകം ഐത്തത്തിനെതിരായ സമരത്തിനോ അല്ലെങ്കിൽ വിധവാഹത്തിന് വേണ്ടിയിട്ടോ ബാലികാ വിവാഹത്തിനെതിരായ സമരത്തിനോ ഒന്നും തിലകൻ അനുകൂലമായിരുന്നില്ല. തിലകൻ പറഞ്ഞു, അതൊക്കെ ഹിന്ദു മതത്തിന്റെ ആഭ്യന്തര കാര്യമാണ്, നമുക്കിപ്പോൾ ഒറ്റ കാര്യമുള്ളൂ, ബ്രിട്ടനിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ബാക്കിയൊക്കെ പിന്നെ. അന്ന് ദേശീയ നേതൃത്വം അങ്ങനെയാണ് കേട്ടോ. ഇപ്പൊ ലാലാ ലജ്പത് റായ് കൊളംബിയ സർവകലാശാലയിൽ സന്ദർശിച്ച സമയത്ത് അംബേദ്കറെ കാണുന്നുണ്ട്. അംബേദ്കർ അന്നവിടെ വിദ്യാർത്ഥിയാണ്. അപ്പൊ അംബേദ്കറോട് പറഞ്ഞു, താങ്കൾ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാവണം, ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിൽ അണിനിരക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അംബേദ്കർ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ല. എന്നിട്ട് അംബേദ്കർ രസമുള്ളൊരു കാര്യം പറയുന്നുണ്ട്, 2000 കൊല്ലക്കാലമായിട്ട് ഇന്ത്യയിലെ അധസ്ഥിത ജനതയെ ചവിട്ടി അരച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടായില്ല. 150 കൊല്ലമായിട്ട് ബ്രിട്ടീഷുകാർ നിങ്ങളെ ഭരിച്ചപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര അസ്വസ്ഥയായി. അതുകൊണ്ട് നിങ്ങളുടെ കൂടെ ഞാനില്ല എന്ന് അംബേദ്കർ കൊളംബിയയിൽ വെച്ച് പറയുന്നുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു പ്രശ്നം അതാണ്, ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു വഴിയൊന്നുമല്ല. സ്വാതന്ത്ര്യത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. ഇപ്പൊ കേരളത്തിൽ തന്നെ അതിന് കൗതുകരമായ ഒരു ഉദാഹരണമുണ്ട്. കുമാരനാശാൻ ഒരു കവിതയിൽ എഴുതുന്നുണ്ട്, എന്തിനു ഭാരതധരേ കരയുന്നു, പാരതന്ത്ര്യം നിനക്ക് വിധികൽപ്പിതമാണ് തായേ, ചിന്തിക്ക ജാതി മധുരാന്തർ തമ്മിലടിച്ച് അന്തപ്പെടും തനയർ, എന്തിനയേ സ്വരാജ്യം. ജാതിയുടെ പേരിൽ തമ്മിൽ തല്ലി മരിക്കുന്ന ഒരു രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എന്താണ് കാര്യം എന്നാണ് ആശാന്റെ ചോദ്യം. വള്ളത്തോളിന് ഇഷ്ടമായില്ല. വള്ളത്തോൾ അതിനൊരു മറുപടി എഴുതി. ആ കവിതയുടെ പേര് ഒരു മറുപടി എന്നാണ്. ആ കവിതയിൽ വള്ളത്തോൾ പറഞ്ഞത്, സോദരർ തമ്മിലെ പോരൊരു പോരല്ല, സൗഹൃദത്തിന്റെ കലങ്ങിമറിയല. സഹോദരന്മാർക്കൊരിടക്ക് വഴക്കുണ്ടായാൽ അതിനെ വലിയ ശത്രുതയായിട്ടൊന്നും കാണണ്ട, അത് ഒരു സാഹോദരിയായിട്ട് കണ്ടാൽ മതി. അത് പറയാൻ പറ്റിയ ഒരു കാരണം എന്ന് വെച്ചാൽ, മൂപ്പര് വള്ളത്തോൾ നാരായണ മേനോനാണ്. ഈ അടി കണ്ടവന് സാഹോദരിയാണെന്ന് തോന്നും, കൊണ്ടവർക്കൊരു സാഹോദര്യം ഇല്ലല്ലോ. ഈ കണ്ടവർക്ക് സാഹോദരിയാണെന്നൊക്കെ പറയാം. അംബേദ്കർക്ക് ഇത് മനസ്സിലാവും. കാരണം എല്ലാവരും ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന സമയത്ത് നിലത്ത്
ചാക്ക് വിരിച്ചിട്ട് ആ ചാക്കിലിരുന്ന് പഠിച്ച ആളാ അംബേദ്കർ. അതുകൊണ്ട് ജാതി എന്താന്ന് മൂപ്പർക്ക് ക്ലാസ് എടുക്കണ്ട. ജാതി സാഹോദര്യാണെന്ന് പറഞ്ഞാൽ മൂപ്പർക്ക് മനസ്സിലാവില്ല. ബോംബെയിൽ വന്നിറങ്ങിയിട്ട് ഒരു വണ്ടി കിട്ടാൻ നിവൃത്തിയില്ലാതെ പാഴ്സിയായ ഒരാളുടെ വീട്ടിൽ താമസിച്ച് വണ്ടിയിൽ കയറുന്ന സമയത്ത് ജാതി എറിഞ്ഞപ്പോൾ ഇറക്കി വിട്ട ആളാ. അങ്ങനെ എത്രയോ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ആളാ. അതുകൊണ്ട് ജാതി മർദ്ദനത്തിന് ഇരയാകുന്ന ഒരാളെ സംബന്ധിച്ച് ആദ്യ സുപ്രധാന പ്രശ്നമാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ആ പ്രശ്നം ആദ്യമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നത് ഗാന്ധി അയിത്തോച്ചാടനം ഏറ്റെടുക്കുമ്പോഴാണ്. ഗാന്ധിക്കെതിരെ വധശ്രമം തുടങ്ങുന്നത് 48-ലൊന്നുമല്ല. ഇപ്പം ആളുകൾ പറയുമല്ലോ. ഇന്നാൾ ഞാൻ ഇവിടെ പോയി, നമ്മുടെ ഡൽഹിയിലെ ഗാന്ധി സ്മൃതി ഉണ്ടല്ലോ, ബിർള ഹൗസിൽ 2-3 വട്ടം ഞാൻ പോയിട്ടുണ്ട്. ഇന്നാളൊരു 3 മാസം മുമ്പ് വേറൊരു പരിപാടിക്ക് പോയപ്പോൾ ഞാൻ വെറുതെ വീണ്ടും എല്ലാം കാണുകയുണ്ടായി. അപ്പോൾ ഉള്ളൊരു കൗതുകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗാന്ധിയുടെ വധത്തിൻ്റെ ഭാഗം എത്തുന്ന സമയത്ത് ഈ മൂപ്പരുടെ പേരില്ല. ഗോഡ്സെ ഇല്ല, നാരായണാപ്തി ഇല്ല, സംഘടനയില്ല. ആകെയുള്ളത് എന്താണ്? ആൻ അസാസിൻ, ഒരു കൊലയാളി, ഏതോ ഒരു കൊലയാളി. പേരുമില്ല, സംഘടനയില്ല, രാഷ്ട്രീയമില്ല, ഒന്നുമില്ല. നമ്മുടെ പഴയ ട്രോളിൽ പറയണത് പോലെ മൂപ്പര് ഓട്ടോറിക്ഷ മുട്ടി മരിച്ച പോലെ ഒന്നുമില്ല. ആൻ അസാസിൻ. 935-ലാണ് ഗാന്ധിക്കെതിരെ ആദ്യത്തെ വധശ്രമം നടത്തുന്നത്. ആ വധശ്രമത്തിൽ ഇവർ രണ്ടുപേരുണ്ട്, ആപ്തയുണ്ട്, ഗോഡ്സെ ഉണ്ട്. ആ വധശ്രമത്തിന്റെ പിന്നിലെ പ്രേരണ 32-ലെ ഒന്നാം വട്ടമേശ സമ്മേളനം, 31-ലെ ഒന്നാം വട്ടമേശ സമ്മേളനം കഴിഞ്ഞ് അംബേദ്കറുമായി കൂടിക്കണ്ടതിന് ശേഷം ഗാന്ധി തൻ്റെ പൊളിറ്റിക്കൽ പ്രോഗ്രാമിലേക്ക് അയിത്തോച്ചാടനം ഏറ്റെടുത്തു, ജാതിവിരുദ്ധ സമരം. പിന്നെ അദ്ദേഹം വളരെ തീവ്രമായ അയിത്തോച്ചാടനത്തിന് വേണ്ടി നിലകൊള്ളുകയും അത് ഇന്ത്യയിലെ സവർണ ഹിന്ദുക്കളെ, പ്രത്യേകിച്ചും പൂനെ കേന്ദ്രമായിട്ടുള്ള ഇന്ത്യയിലെ സവർണ ബ്രാഹ്മണ്യത്തിൻ്റെ ഏറ്റവും വലിയ കോട്ടയാണ് ഈ പൂനെയിലെ ചിത്പാവൻ ബ്രാഹ്മണർ എന്ന് പറയുന്നത്. ഭരണാധികാരം കൈയാളിയ ഇന്ത്യയിലെ ഒരേ ഒരു ബ്രാഹ്മണ വിഭാഗമാണ് ചിത്പാവൻ ബ്രാഹ്മണർ. നിങ്ങൾ ആ ചിത്പാവൻ ബ്രാഹ്മണരുടെ പട്ടിക ശ്രദ്ധിക്കണം. അതിലാണ് ഹെഡ്ഗേവാർ, അതിലാണ് ഗോൾവൽക്കർ, അതിലാണ് ഗോഡ്സെ, അതിലാണ് നാരായണാപ്തെ, അതിലാണ് സവർക്കർ. ഇതിൻ്റെ മുഴുവൻ വിത്ത് അവിടെ നിന്നാണ്. ഈ ചിത്പാവൻ ബ്രാഹ്മണരുടെ നേതൃത്വത്തിലുണ്ടായ സംഘമാണ് ആദ്യമായി ഗാന്ധിയെ 35-ൽ പൂനെയിൽ വെച്ച് ബോംബെറിയുന്നത്. ഗാന്ധി വന്ന കാറിന് ബോംബെറിഞ്ഞു. ഭാഗ്യവശാൽ അന്ന് ഗാന്ധി വേറൊരു കാറിലാണ് വന്നത്. ആദ്യം എറിഞ്ഞ കാറ് കത്തിപ്പോയി. അതിൻ്റെ അവശിഷ്ടം ഇപ്പോൾ പൂനെ മ്യൂസിയത്തിലുണ്ട്, ഗാന്ധി മ്യൂസിയത്തിലുണ്ട്. എല്ലും തോലും അതിൻ്റെ അസ്ഥികൂടം പോലെ ഒന്ന്, ബാക്കിയെല്ലാം കത്തിപ്പോയി. അതിനുശേഷം ഗാന്ധിയെ കൊല്ലാൻ 4 തവണ കൂടി ശ്രമം നടത്തി, 4ഉം ഫലിച്ചില്ല. 48 ജനുവരി 20-ന് ബോംബെറിഞ്ഞു, അത് ഫലിച്ചില്ല. 30-ന് വെടിവെച്ചു. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മതരാഷ്ട്രം എന്ന സങ്കല്പത്തിനെതിരായി ഗാന്ധി ഉയർന്നു വന്നു എന്നുള്ളതാണ് ഗാന്ധിയോടുള്ള ഹിന്ദുത്വത്തിൻ്റെ വിയോജിപ്പിൻ്റെ ആധാരം. അതിനെ ഗാന്ധി ചലഞ്ച് ചെയ്തു എന്നുള്ളതാണ്. ആ മതരാഷ്ട്രത്തിൽ നിന്ന് മതനിരപേക്ഷമായ ഒരു രാഷ്ട്രഭാവനയിലേക്ക് നമ്മൾ മാറുന്ന 920-കൾ മുതലുള്ള 1/4 നൂറ്റാണ്ട് കൊണ്ട് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഒരു സങ്കല്പമാണ് ബഹുസ്വര ഇന്ത്യ. സീതാറാം യെച്ചൂരി എപ്പോഴും പറയുമായിരുന്ന ഒരു വാക്യമുണ്ട്, ഇന്ത്യ ആസ് ആൻ ഐഡിയ. ഇന്ത്യ എന്ന ആശയം. ഇന്ത്യ ഒരു ടെറിട്ടറി അല്ല, ഇന്ത്യ ഒരു അതിർത്തിയല്ല, ഇന്ത്യ ഒരു ഭരണകൂടമല്ല. ഇന്ത്യ ആസ് ആൻ ഐഡിയ. എന്താണ് ഇന്ത്യ ആസ് ആൻ ഐഡിയ എന്ന് പറഞ്ഞാൽ? പല ഭാഷകൾ, പല സംസ്കാരങ്ങൾ, പല ജീവിത രീതികളുള്ള മനുഷ്യർ ഒരുമിച്ച് ഒത്തുചേർന്ന ഒരു രാജ്യമാകാൻ രാഷ്ട്രീയമായി എടുത്ത തീരുമാനത്തിൻ്റെ ഫലം കൂടിയാണ് ഇന്ത്യ. അതല്ലാതെ ഒരു അതിർത്തിയുടെ പേരല്ല. ഈ തീരുമാനത്തിനെതിരെ നിന്ന ഇന്ത്യയിലെ ഒരേ ഒരു ശക്തിയുടെ പേരാണ് ഹിന്ദുത്വം. അതുകൊണ്ട് ഹിന്ദുത്വത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാവുന്ന ഏറ്റവും ശരിയായ കാര്യം പ്യുവർലി ആൻറ്റി നാഷണൽ എന്നാണ്. സമ്പൂർണമായി ദേശവിരുദ്ധമായ ഒന്നാണ് ഹിന്ദുത്വ വർഗീയത. ആ ഹിന്ദുത്വ വർഗീയത അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനമായിരിക്കുന്ന ബഹുസ്വരതയെ അട്ടിമറിക്കാനും ഒരു യൂണിറ്ററി സ്റ്റേറ്റ് ഉണ്ടാക്കാനുമുള്ള നാനാശ്രമങ്ങൾ നടത്തുന്നു. അതിൻ്റെ അവസാനത്തെ ചുവടാണ് ഈ ഡീലിമിറ്റേഷനായിട്ടും ഡീലിമിറ്റേഷന് ശേഷം 2029-ലെ തെരഞ്ഞെടുപ്പ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതിലേക്ക് എത്തിക്കാനുമുള്ള ശ്രമം. അങ്ങനെ ഒരു രാജ്യം, ഒരു പാർട്ടി, ഒരു ഭാഷ, ഒരു ഭരണകൂടം, ഒരു വളം വരെ ആയിട്ടുണ്ട് കേട്ടോ. എല്ലാ വളത്തിനും ഒരു പേരാണ്, അവസാനം വളം മാറിപ്പോകും. അങ്ങനെ അസംബന്ധത്തിൻ്റെ പരമാവധിയിലേക്ക് എത്തുന്ന ഒരു ഫാസിസ്റ്റ് കേന്ദ്രീകരണത്തിൻ്റെ വഴിയാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ കഴിഞ്ഞ 12 വർഷം എന്ന് പറയുന്നത് കേവലം അമിതാധികാരപരമായ ഒരു ഭരണകൂടം ഉണ്ടായി എന്നല്ല,
ഒരു നൂറ്റാണ്ട് കാലം കൊണ്ട് ഇന്ത്യ രൂപപ്പെടുത്തിയെടുത്ത ജനാധിപത്യത്തിൻ്റെ ആധാരങ്ങളെയാണ് ഈ ഫാഷിസ്റ്റുകൾ തകർക്കാൻ ശ്രമിച്ചത്. അതിനെതിരെ ഇന്ത്യയിലെ യുവത നേടിയ വലിയൊരു വിജയത്തിൻ്റെ മുഹൂർത്തത്തിലാണ് നമ്മളിവിടെ ഒത്തുകൂടുന്നത്. നമ്മുടെ സാമൂഹ്യ ഘടന മാറി വരികയാണ്. കേരളത്തെ സംബന്ധിച്ചും കേരളത്തിൻ്റെ സാമൂഹ്യ ഘടനയിൽ നിർണായകമായ മാറ്റം കഴിഞ്ഞ 3-4 പതിറ്റാണ്ടിനിടയിലുണ്ടായി. ഇന്ന് കേരളത്തിലെ ജനസംഖ്യയുടെ ഏതാണ്ട് 60-70% വരുന്ന ആളുകൾ മധ്യവർഗവും ഉപരിവർഗവും ചേർന്നൊരു വിഭാഗമാണ്. അവരുടെ ജീവിത വീക്ഷണം മാറി, അവർ ലോകത്തെ അറിയുന്ന രീതി മാറി. കേരളം എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കി കേരളത്തിൽ ഇന്ന് ജീവിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. ഇന്ന് നാം ജീവിക്കുന്ന ജീവിത പരിസരം കേരളത്തിൽ സഹജമായിട്ടുണ്ട് എന്ന് കരുതുന്നവരാണ് വലിയൊരു വിഭാഗം. ഇന്ന് നാം ജീവിക്കുന്ന കേരളത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ തന്നെ അറിയുന്നുണ്ടോ എന്നത് സംശയകരമാണ്. ഒരു കാര്യം മാത്രം ഞാൻ പറയാം. പുളിച്ചത് എന്ന് പറയാതെ ഉപ്പ് എന്ന് പറഞ്ഞതിന് ഒരു പുലയ യുവാവിനെ തല്ലിക്കൊന്ന സ്ഥലമാണ് കേരളം. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ജാതിയിൽ താണവർക്ക് ഉപ്പെന്ന് പറഞ്ഞുവിടാം, പുളിച്ചതെന്ന് പറയും. അത് പറയാത്തതിന് ഒരാളെ തല്ലിക്കൊന്നതാണ്. മലബാറിലെ ഒരു ജാതി വിഭാഗത്തിന് പകൽ വെളിച്ചത്തിൽ ഇറങ്ങി നടക്കാൻ പാടില്ല. അവരുടെ നിഴല് ഭൂമിയിൽ വീണാൽ അത് അയിത്താണ്. അതുകൊണ്ട് രാത്രിയിൽ അല്ലെങ്കിൽ നിഴല് വീഴാത്ത പൊന്തക്കാടുകൾക്കിടയിലൂടെ നൂണ്ടു പോയിരുന്ന ഒരു കാലാണ് ഉണ്ടായത്. ഇന്ത്യ മുഴുവൻ നടന്നു കണ്ട ആളാണ് വിവേകാനന്ദൻ. കേരളത്തിൽ വന്നപ്പോഴാണ് പുള്ളി പറഞ്ഞത് ഇത് ഭ്രാന്താലയാണ്. ആ ഭ്രാന്താലയത്തെയാണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു സംസ്ഥാനമായിട്ട് നമ്മൾ മാറ്റിയത്. അതിൽ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, ജനാധിപത്യവാദികളുടെ, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ചെറുതും വലുതുമായ എത്രയെങ്കിലും പരിശ്രമങ്ങളുണ്ട്. ആ പരിശ്രമങ്ങൾ നിർഭാഗ്യവശാൽ പതുക്കെ നമ്മുടെ ഓർമ്മയിൽ നിന്ന് അകന്നകന്ന് പോവുകയാണ്. ഞാൻ പറയാൻ ശ്രമിച്ച കാര്യം, ചരിത്രത്തെ നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കണം. നമ്മൾ എങ്ങനെ നമ്മളായി എന്നുള്ളതിനെ നന്നായി തിരിച്ചറിയണം. ഈ സമൂഹത്തിൻ്റെ രൂപീകരണത്തെ വളരെ നന്നായി മനസ്സിലാക്കുന്ന ഒരു ശ്രമം ഉണ്ടാകണം. കേരളത്തിൽ ഇന്ന് ഏറ്റവും ചെലവുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൂക്ഷ്മമായ വിശകലനങ്ങളെ, വിശദീകരണങ്ങളെ പരിഹാസപൂർവം കാണുന്ന ബൗദ്ധിക വിരുദ്ധത കേരളത്തിൽ വളരെ ശക്തമായിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ബൗദ്ധിക വിരുദ്ധതയുടെ രാഷ്ട്രീയം ഒന്നാമതായി ഫാസിസ്റ്റുകളുടേതാണ്. ഫാസിസ്റ്റുകൾ ഒരു കാര്യത്തെയും സൂക്ഷ്മ വിശകലനം ചെയ്യാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല. നിങ്ങളോട് കേവലമായി ആൾക്കൂട്ടമാകാൻ ആവശ്യപ്പെടും. ഫാഷിസത്തെക്കുറിച്ച് ലോകത്ത് ആദ്യം ഉണ്ടായ സുപ്രധാനമായ ഒരു ഗ്രന്ഥത്തിൻ്റെ പേര് തന്നെ മാസ് സൈക്കോളജി ഓഫ് ഫാഷിസം, ഫാസിസത്തിൻ്റെ ആൾക്കൂട്ട മനഃശാസ്ത്രം എന്നാണ്. ഒരാൾക്കൂട്ടാണ്, സമൂഹമല്ല. അങ്ങനെ ഒരു ആൾക്കൂട്ടമായി സമൂഹത്തെ മാറ്റുന്ന ഒരു പ്രക്രിയ കേരളത്തിൽ ഉടനീളം നടക്കുന്നുണ്ട്, കേരളത്തിൽ അടക്കം നടക്കുന്നുണ്ട്. അതിനെ കൂടി ചെറുത്തുകൊണ്ട് നമ്മുടെ സമൂഹം എന്താണ്, അതിൻ്റെ സ്വഭാവം എന്താണ്, അതിൽ പ്രവർത്തിക്കുന്ന സാമൂഹ്യ ബലങ്ങൾ എന്താണ്, അതിനെ കൂടുതൽ ജനാധിപത്യവൽക്കരിക്കാനുള്ള വഴി എന്താണ് എന്നതിനെയൊക്കെ വളരെ ബോധപൂർവം അന്വേഷിച്ചറിഞ്ഞ് ഒരു ഭാഗത്ത് സംഘടനാ പ്രവർത്തനവും മറുഭാഗത്ത് അടിയുറച്ച രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര ധാരണയുമുള്ളവരായി നമ്മൾ മാറേണ്ടതുണ്ട്. ഈ രണ്ടാമത്തെ ഘടകം ദുർബലമായിക്കൊണ്ടിരിക്കുന്നു എന്നത് ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഒരു കാര്യം ഞാൻ മാത്രം പറയാം, അത് പ്രത്യയശാസ്ത്രപരമായി രാഷ്ട്രീയമായ അടിസ്ഥാനമില്ലെങ്കിൽ സംഘടന എന്ന് പറയുന്നത് ആൾക്കൂട്ടാണ്. സംഘടന ആൾക്കൂട്ടമല്ല. സംഘടനയെ സംഘടനയാക്കുന്നത് ആളുകളുടെ എണ്ണപ്പെരുപ്പം മാത്രമല്ല, സംഘടനാപരമായി നമ്മൾ ആർജിക്കുന്ന രാഷ്ട്രീയമായ പ്രത്യയശാസ്ത്രപരമായ വ്യക്തതയാണ്. ആ വ്യക്തതയെ കഴിയുന്നത്ര ഇല്ലാതാക്കി പെരുകുന്ന ആൾക്കൂട്ടത്തിലേക്ക് നമ്മളെയും തള്ളിക്കയറ്റാനുള്ള വലിയ ശ്രമങ്ങൾ മാധ്യമങ്ങൾ നടത്തുന്നുണ്ട്, ഭരണകൂടം നടത്തുന്നുണ്ട്, നാനാതരത്തിലുള്ള പ്രചാരവേളകൾ നടക്കുന്നുണ്ട്. ഏറിയും കുറഞ്ഞും അതിൻ്റെയൊക്കെ സ്വാധീനം നമ്മിലേക്കും എത്തുന്നു. അതുകൊണ്ട് ആഴത്തിലുള്ള അപഗ്രഥനം, ചരിത്രപരമായ ധാരണ, വിശകലനശേഷി, വിമർശനബോധം എന്നൊക്കെ പറയുന്നത് കേവലം പാണ്ഡിത്യത്തിൻ്റെ പ്രശ്നങ്ങളല്ല, നിങ്ങളുടെ അറിവിൻ്റെ പ്രശ്നമൊന്നുമല്ല. നിങ്ങളുടെ അടിസ്ഥാന രാഷ്ട്രീയം ഉറപ്പിച്ചു നിർത്താൻ നിങ്ങൾക്ക് കഴിയുമോ എന്നതിൻ്റെ പ്രശ്നമാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഞാനൊരു കാര്യം പറയാം. ഇടതുപക്ഷത്തിന് ഒറ്റ പ്രമാണമേ ഉള്ളൂ, പൊളിറ്റിക്സ് ഫസ്റ്റ് എന്നത്. രാഷ്ട്രീയം ഒന്നാം സ്ഥാനത്ത്. ഈ രാഷ്ട്രീയത്തെ നിങ്ങൾ പുറകോട്ട് നിർത്തിയിട്ട് മറ്റെന്തിനെ മുന്നിൽ നിർത്തിയാലും അത് വലതുപക്ഷത്തിലേക്ക് എത്തും. കാരണം വലതുപക്ഷത്തിൻ്റെ സ്വാഭാവിക യുക്തികളെ നമ്മൾ ചെറുക്കുന്നത് രാഷ്ട്രീയം കൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ സംഘടനാ ബോധത്തെ രാഷ്ട്രീയമായി ഉറപ്പിച്ചെടുക്കാനും, ഞാൻ നേരത്തെ പറഞ്ഞ ജനാധിപത്യപരമായ നീതിബോധമുള്ള ഒരു സമൂഹമായി കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ശ്രമങ്ങളിൽ
വലിയ തോതിലുള്ള പങ്കാളിത്തം നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാവണം. അത് കൂടുതൽ കൂടുതൽ വർദ്ധിതമായി തീരണം. സാങ്കേതികവിദ്യയും മറ്റുമൊക്കെ ഉണ്ടാക്കുന്ന വലിയ വെല്ലുവിളികൾ ഇന്നത്തെ കാലത്ത് വളരെ കൂടുതലാണ്. അതിനെക്കൂടി അഭിസംബോധന ചെയ്യാൻ പാകത്തിന് നമ്മുടെ സംഘടനാ രീതികളെ പുനരാലോചിക്കണം. അടിസ്ഥാന സംഘടനയെ കൈവിട്ടിട്ട് നമുക്ക് ഈ പുതിയ ഭാവനയിൽ മാത്രം ജീവിക്കാനൊന്നും പറ്റില്ല. നമുക്ക് CJP എല്ലാ ദിവസവും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. 12 കൊല്ലം കൊണ്ട് ഉണ്ടായതാണ്. ഈ 12 കൊല്ലം ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കാലം അടികൊണ്ട് നിൽക്കാനും തോറ്റാലും പിൻവാങ്ങാതിരിക്കാനും പറ്റിയ ആളുകൾ ബാക്കിയുള്ളത് കൊണ്ടുകൂടിയാണ്. അതുകൊണ്ട് ഇത് രണ്ടും ചേരുന്ന ഒരു സന്ദർഭം ഉണ്ടാക്കുന്ന സമരമുഖം എല്ലായ്പ്പോഴും ഈ സന്ദർഭങ്ങൾ പൊട്ടിമുളയ്ക്കുന്ന കരുതി കാത്തിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് സംഘടനയെ ബലിഷ്ഠമാക്കുക, സംഘടനയെ ആൾക്കൂട്ടമാകാൻ അനുവദിക്കാതിരിക്കുക, രാഷ്ട്രീയത്തെ ഉറപ്പിച്ചു നിർത്തുക. ആ നിലയിൽ ഭാവനാത്മകമായ ഒരു പുതിയ ഇടപെടൽ രീതി സംഘടനാ പ്രവർത്തനത്തിൽ ഉണ്ടാക്കുകയും അടിസ്ഥാന രാഷ്ട്രീയത്തെ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യുന്ന ഒരു വലിയ പ്രവർത്തന പദ്ധതി നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സമ്മേളനത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു.